വേണ്ട, ഒന്നും വേണ്ട, എല്ലാ പണികളും ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ മറ്റേ ഹോളും വൃത്തിയാക്കിയിട്ട് വീട്ടിൽ പോവുക. അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവിടെ ഒരു ഓഫീസിൽ പെട്ടെന്നൊന്ന് തുറന്നു കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ, ഇവർ അടുത്തൊന്നും അല്ല താമസിക്കണേ, 10 മിനിറ്റ് ഉണ്ട്, ഇത്രയും പെട്ടെന്നൊന്ന് തുറന്നു കൊടുക്കുക. ഇത്തരം ഒരു കുടുംബം എന്ന് പറയുന്നത് അക്കാഫിലുള്ള ഓരോരുത്തരും തല കുനിച്ച് ബഹുമാനിക്കണം. നമുക്ക് ശരിക്കും നമ്മുടെ പുണ്യം കൊണ്ട് കിട്ടിയതാണ് ഈ ഒരു കുടുംബത്തിൽ. ഇങ്ങനെയുള്ളവരാണ് നമ്മൾ പലരും പറഞ്ഞില്ലേ, സ്ഥാനങ്ങളല്ല മാനങ്ങളല്ല. മഞ്ജു വാ പ്ലീസ്, ഈ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല. ഞാൻ പക്ഷെ പറഞ്ഞ എന്തൊക്കെ പറയേണ്ടത് എനിക്കല്ല. ഞാൻ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഞാൻ ഒന്നും പറയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പ്രസംഗിച്ച് പറഞ്ഞു, ഇവിടെ സ്ഥാനമാനങ്ങളല്ല എന്ന് പറഞ്ഞു. സ്ഥാനമാനങ്ങളൊന്നുമല്ല. അക്കാഫില് പ്രവർത്തിക്കുന്നവരെ നമ്മൾ എന്നും അംഗീകരിച്ചിരിക്കും. അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം ആർക്കും നമ്മൾ കൊടുക്കാതിരുന്നിട്ടില്ല. അത് കിട്ടാൻ അർഹതയുള്ളവർക്ക് അത് കിട്ടിയിട്ടുണ്ട്, അർഹതയുള്ളവർക്ക് അത് കിട്ടുകയും ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ ഒരു കുടുംബത്തെ എങ്ങനെയൊക്കെ ശരിക്കും ബഹുമാനിക്കണമെന്നുള്ള എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ഇവരൊരു ചെറിയ ഷാൾ അണിയിച്ച് നമുക്ക് ബിജു അജിത്തും ഷോൾ കൊടുക്കും. ഇതിവിടെ മാത്രമല്ല, ടോസ്റ്റ് മാസ്റ്ററിലും ഈ കുടുംബമാണ്. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എന്നും ഇവർക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും ദൈവം ഈശ്വരൻ കൊടുക്കട്ടെ. അതുപോലെ അക്കാഫിനോട് ഇവർ കാണിക്കുന്ന ഈ കാരുണ്യത്തിന് നമ്മൾ എന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു. ചെറിയ കാര്യങ്ങളല്ല. നമ്മൾ പലപ്പോഴും പറയും റെസിഡന്റ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ്. ഈ കാര്യത്തിൽ അങ്ങനെയല്ല. മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീകുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃകാ പുരുഷനാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ് മഞ്ജുവിന് ചിലപ്പോൾ വേറെ അനുഭവമൊക്കെ ഉണ്ടാവും, കയ്യിലുണ്ടാവും. അപ്പൊ നമ്മളൊരിക്കലും അതിനുവേണ്ടി നോക്കരുത്. കുടുംബത്തിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അത് ഉടൻ തന്നെ നമ്മൾ അതിനും ഒരു ക്ലബ്ബ് തുടങ്ങുന്നുണ്ട്. അത് പരിഹരിക്കാൻ ഒരു ക്ലബ്ബ് ഉടൻ തന്നെ തുടങ്ങുന്നുണ്ട്. അതും നമ്മളൊരു പരിഗണനയിലാണ്. മഞ്ജുവിന്റെ കാര്യം അവിടെ പരിഗണിക്കുന്നതാണ്. അപ്പോ ഇനി കുമാരേട്ടൻ സംസാരിക്കും. കുമാരേട്ടൻ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം തുടങ്ങി ഈ സമയത്ത് ഹോള് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം മറ്റ് പ്രോഗ്രാം മാതിരിയല്ലല്ലോ, വായനയും എഴുത്തുമൊക്കെ സംബന്ധമായ ഒരു പ്രോഗ്രാമല്ലേ. അതിന് ഈ ഹോള് നിറഞ്ഞു കവിഞ്ഞത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നമ്മളിത് തുടങ്ങിയ സമയത്ത് ഇത്രയൊന്നും ഒരു ക്രൗഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഇത്രയൊന്നും ഒരു ബുക്ക് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യം തന്നെ 500 ബുക്ക് തുടങ്ങി 1000-ലെത്തി, 1500-ലെത്തി. ഇവ 2000-3000 ബുക്ക് വരെ പോകുന്നെന്ന് തോന്നുന്നു. അത്ര ആൾക്കാർ ബുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു 4 ആൾക്കാർ കൂടി ഒരു 100 പുസ്തകത്തിൽ കൂടുതൽ ഇന്ന് തന്നെ കിട്ടിയിരുന്നു. ഡെയിലി ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ക്വാളിറ്റിയുള്ള പുസ്തകങ്ങളാണ്. വീട്ടിൽ ഉപേക്ഷിക്കുന്ന പുസ്തകങ്ങളല്ല നമുക്ക് തരുന്നത്. അപ്പൊ ഇത് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ പ്രസിഡന്റ് ഇതുപോലെയൊക്കെ തള്ളുമ്പോൾ മോളിക്ക് കൊണ്ട് എവിടേക്ക് പോകുന്നത്. എല്ലാവരും സന്തോഷം. താങ്ക് യു.